ടോപ്പ് ട്യൂഷൻ്റെ SSLC മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 4 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. ഈ ചാപ്റ്ററിലെ പേജ് നമ്പർ 74 ആൻഡ് 75 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കുന്നത്. ചാൻസസ് ആസ് നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ: ഒരു ബോക്സ്, അതിൽ 6 ബ്ലാക്കും 4 വൈറ്റ് ബോൾസും കൂടി ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് ഒരു ബോൾ പിക്ക് ചെയ്താൽ അത് ബ്ലാക്ക് ബോൾ ആകാനുള്ള ചാൻസ് അഥവാ പ്രോബബിലിറ്റി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണക്കാക്കുന്നതിനുള്ള ഫോർമുല P of E is equal to total number of favorable outcomes by total number of possible outcomes. നമ്മൾ ഒരു ബോൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന ആക്ഷൻ. അത് ബ്ലാക്ക് ആകുന്നതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. 6+4 6 ബ്ലാക്കും 4 വൈറ്റും ആ ഒരു സെറ്റിൽ നിന്ന് എത്ര പ്രാവശ്യം നമുക്ക് ബോൾ പിക്ക് ചെയ്യാൻ പറ്റും? ടോട്ടലി 10 ബോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലി 10 ടൈംസ് ബോൾ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിനോമിനേറ്റർ പാർട്ട് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് 10 ആണ്. ഇനി നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്, ഓരോ പ്രാവശ്യം ബോൾ എടുക്കുമ്പോൾ ഈ 10 സെറ്റിൽ നിന്ന് ഓരോ പ്രാവശ്യം ബോൾ എടുക്കുമ്പോൾ നമുക്ക് ഫേവറബിൾ ആകുന്നത് എപ്പോഴാണ്? ആ എടുത്ത ബോൾ ബ്ലാക്ക് ആകുമ്പോൾ. അങ്ങനെ ഒരു 10 സെറ്റിൽ 6 മാത്രമേ ബ്ലാക്ക് ഉള്ളൂ. ആ 6 മാത്രമേ നമുക്ക് ഫേവറബിൾ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫേവറബിൾ ഔട്ട്കംസ് നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്. നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് 6. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 6 + 4 10. ഇനി പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾസ്, നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, ദാറ്റ് ഈസ് 6/10, ദാറ്റ് ഈസ് 5/3. Probability of getting a black ball is 3/5. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ വൈറ്റ്. നമ്മൾ ആ എടുത്ത ബോൾ ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണക്കാക്കി. ഇനി ചോദിച്ചിരിക്കുന്നത് ആ ബോൾ വൈറ്റ് ആകാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ബോൾസ് എത്രയുണ്ട്? 4. അതാണ് 4 ആണ് ഈ കേസിലുള്ള നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. ടോട്ടൽ 6 + 4 10 തന്നെ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. നമ്പർ ഓഫ് വൈറ്റ് 4. 4/10 2/5. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഈസ് 2/5. ഇനി ഈ കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് ഓൾട്ടർനേറ്റ് മെത്തേഡിൽ കൂടെ കാണാൻ പറ്റും. നമുക്കറിയാം ഒരു ഈവൻറ്റിൻ്റെ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 1 ആണ്. ഇവിടെ 2 ഇവൻറ്റ്സ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആക്ഷൻ ബോൾ പിക്ക് ചെയ്യുക എന്നുള്ളത്, അത് വൈറ്റ് ആകാനുള്ള ഒരു പ്രോബബിലിറ്റി, ബ്ലാക്ക് ആകാനുള്ള ഒരു പ്രോബബിലിറ്റി, 2 സെറ്റുകളെ ഉള്ളൂ ഇവിടെ. നമ്മൾ എടുക്കുന്നത് ഒന്നുമില്ലെങ്കിൽ വൈറ്റ് ആകാം, അല്ലെങ്കിൽ വൈറ്റ് അല്ലാതെ ആകാം, ബ്ലാക്ക് ആകാം. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെന്ന് അറിയാം. ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു. 3/5 കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ ഉപയോഗിച്ചിട്ട് ടോട്ടൽ പ്രോബബിലിറ്റി 1 എന്ന ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് കിട്ടും. പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക്, ദാറ്റ് ഈസ് 1 മൈനസ് 3/5, ദാറ്റ് ഈസ് 2/5. ഈ 2/5 തന്നെയാണ് നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടിയത്. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: ഒരു ബാഗ്, അതിൽ 3 റെഡ് ബോൾസ് ആൻഡ് 7 ഗ്രീൻ ബോൾസ് ഉണ്ട്. അനദർ ബാഗ്, ഒരു സെക്കൻഡ് ബാഗിൽ 8 റെഡ് ബോൾസും 7 ഗ്രീൻ ബോൾസും ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ബാഗിൽ നിന്നും ഒരു ബോൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റെഡ് കളർ ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് കണക്കാക്കേണ്ടത്. ഫസ്റ്റ് ബാഗിൻ്റെ ഡീറ്റെയിൽസ് എഴുതാം. ഫസ്റ്റ് ബാഗിൽ എത്ര റെഡ് ഉണ്ട്? 3. റെഡ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം വരുന്നത് റെഡിൻ്റെ കൗണ്ടാണ്. അപ്പോൾ നമ്പർ ഓഫ് റെഡ് ബോൾസ് എത്രയാണ്? 3. ടോട്ടൽ എത്രയുണ്ട്? 7 + 3 ബോൾസ്. ഫസ്റ്റ് ബാഗിലെ ടോട്ടൽ ബോൾസ് 10. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ്, ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്പർ ഓഫ് റെഡ് ബോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, ദാറ്റ് ഈസ് 3/10. Probability of getting a red ball from the first bag is 3/10. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ സെക്കൻഡ് ബാഗ്, റെഡ് ബോൾ സെക്കൻഡ് ബാഗിൽ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പോൾ സെക്കൻഡ് ബാഗിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം.
സെക്കൻഡ് ബാഗിൽ എത്ര റെഡ് ഉണ്ട്? 8. ടോട്ടൽ എത്രയാണ് സെക്കൻഡ് ബാഗിലെ നമ്പർ ഓഫ് ബോൾസ്? 8 + 7 15 ബോൾസ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ്, സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി സെക്കൻഡ് ബാഗിലെ റെഡ് ബോൾസിന്റെ കൗണ്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇൻ ദ സെക്കൻഡ് ബാഗ്. സെക്കൻഡ് ബാഗിലെ റെഡ് ബോൾസ് എത്രയാണ്? 8. സെക്കൻഡ് ബാഗിലെ ടോട്ടൽ ബോൾസ് എത്രയാണ്? 15. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബാഗ് ഫ്രം ദ സെക്കൻഡ് ബാഗ് അത് 8/15 ആണ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് ബാഗിലെയും എല്ലാ ബോൾസും കൂടി ഒരുമിച്ച് ഒരു ഒറ്റ ബാഗിലേക്ക് ആക്കിയിട്ട് അതിൽ നിന്നും ഒരു റെഡ് ബോൾ എടുത്താൽ അതിൻ്റെ ചാൻസ് എത്രയാണെന്നാണ് കണക്കാക്കേണ്ടത്. കൂടുതൽ നമ്പർ ഓഫ് ബോൾസ് ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ആ ബാഗിൽ നിന്ന് റെഡ് ബോൾ എടുക്കുന്നതിനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് കമ്പൈൻഡ് ബാഗിൻ്റെ ഡീറ്റെയിൽസ് എഴുതാം. നമുക്ക് വേണ്ടത് റെഡ് ബോൾ തന്നെയാണ്. അപ്പോൾ ഈ കമ്പൈൻഡ് കേസിൽ നമുക്ക് എത്ര റെഡ് ഉണ്ടാകും? 3 + 8 11. ഫസ്റ്റിൽ നിന്ന് 3ഉം സെക്കൻഡിൽ നിന്ന് 8ഉം ടോട്ടൽ 11 റെഡ് ബോൾസ് ഉണ്ടാകും. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 25 ബോൾസ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം ദിസ് കമ്പൈൻഡ് ബാഗ് 11/25. Probability of getting a red ball from the combined bag is 11/25. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: ഒരു ബാഗ് അതിൽ 3 റെഡ് ബീഡ്സും 7 ഗ്രീൻ ബീഡ്സും ഉണ്ട്. അനദർ ബാഗ് കണ്ടെയ്ൻസ് 1 more of each. രണ്ടാമത്തെ ബാഗിൽ ഈ റെഡും ഗ്രീൻ ബീഡ്സിൻ്റെ ഈ ബാഗിലത്തേക്കാളും 1 വീതം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു റെഡ് ബീഡ് കിട്ടാനുള്ള ചാൻസ് ആദ്യത്തെ ബാഗിൽ നിന്നാണോ രണ്ടാമത്തെ ബാഗിൽ നിന്നാണോ ചാൻസ് കൂടുതലെന്ന് കണക്കാക്കണം. ഫസ്റ്റ് ബാഗിൻ്റെ ഡീറ്റെയിൽസ് എഴുതാം. റെഡ് ബീഡാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം വേണ്ടത് റെഡിൻ്റെ കൗണ്ടാണ്. നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഫസ്റ്റ് ബാഗിൻ്റെയാണ് നമ്മൾ എഴുതുന്നത്. റെഡ് ബീഡ്സ് 3, ടോട്ടൽ 7 + 3 10. ദെൻ പ്രോബബിലിറ്റി റെഡ് ആകാനുള്ളത് നമ്പർ ഓഫ് റെഡ് ബൈ ടോട്ടൽ ബീഡ്സ്, ദാറ്റ് ഈസ് 3/10 0.3. ഇനി സെക്കൻഡ് ബാഗിൻ്റെ എഴുതൂ. സെക്കൻഡ് ബാഗിൽ ആദ്യത്തെ ബാഗിനേക്കാളും ഓരോ ബീഡ്സ് 1 മോർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 3 + 1 4 റെഡ് ഉണ്ട്, 7 + 1 8 ഗ്രീനും ഉണ്ട്. അപ്പോൾ റെഡ് ബീഡ്സ് സെക്കൻഡ് ബാഗിലുള്ളത് 4ഉം ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 4 + 8 12. ഇനി പ്രോബബിലിറ്റി ഓഫ് റെഡ്, സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി സെക്കൻഡ് ബാഗിൽ എത്രയാണ്? റെഡ് 4. ടോട്ടൽ എത്രയാണ് സെക്കൻഡ് ബാഗിലെ നമ്പർ ഓഫ് ബോൾസ്? 12. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം ദ സെക്കൻഡ് ബാഗ്, നമ്പർ ഓഫ് റെഡ് ഇൻ സെക്കൻഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് 4/12. ദാറ്റ് ഈസ് 1/3. അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ വാല്യൂ 0.333 ആണ്. അപ്പോൾ ഈ 0.33 കുറച്ച് കൂടുതലാണ് ഈ 0.3യേക്കാളും. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ഫ്രം ദ സെക്കൻഡ് ബാഗ് ഈസ് സ്ലൈറ്റ്ലി ഹയർ. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.